ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ കണ്ടതുപോലെ 10th പ്രിലിംസ് നാളെയാണ്. 2 സ്റ്റേജുകാർക്കാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുന്നു. അപ്പം നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിൻ്റെ ഫലമൊക്കെയാണ് നാളെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല രീതിക്ക് എക്സാം എഴുതാൻ എല്ലാവർക്കും കഴിയട്ടെ. നമ്മൾ പഠിച്ചതിൻ്റെ ഒരു എഫേർട്ടും നമ്മളെടുത്ത കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഫലം നമുക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാ പേർക്കും കിട്ടട്ടെ. അപ്പം ഞാൻ സാധാരണ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താറുണ്ട്. അതുപോലെ എല്ലാ പേരും എത്രയും നേരത്തെ നമുക്ക് എത്താൻ കഴിയുമോ അത്രയും നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തുക. നേരത്തെ എത്തിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു ദിവസത്തെ കാര്യമാണ്. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂർ നേരത്തെ എത്തിയാലും നമുക്ക് അവിടെ ഇരുന്ന് വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല. ധൃതി പിടിച്ച് ആരും ഓടി എത്തരുത്. ID പ്രൂഫും പേനയും ഹാൾ ടിക്കറ്റും ഒക്കെ എടുത്തോന്ന് ഉറപ്പ് ചെയ്യണം. അതൊക്കെ കൊണ്ട് മാത്രമേ നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് എത്താവൂ. അതുപോലെ തന്നെ എടുത്തിട്ടുണ്ടോയെന്ന് ഒരുപാട് വട്ടം ചെക്ക് ചെയ്യണം. ഞാൻ ഇപ്പോൾ എഴുതാൻ പോയ ഡിഗ്രി പ്രിലിംസിനും ID പ്രൂഫ് ഇല്ലാതെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സിറ്റുവേഷൻ എന്ത് വിഷമമായിരിക്കും മാനസികമായിട്ടുണ്ടാകുന്നത്. ഇത്രയും നാളത്തെ കഷ്ടപ്പാട് ഒരു ദിവസം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയതുപോലെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാം എടുത്തോ നല്ല രീതിക്ക് ഉറപ്പ് വരുത്തുക. പേനയുടെ എണ്ണം 1 2 എത്രയായാലും കുഴപ്പമില്ല, എല്ലാം തെളിയുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് കൂൾ ഓഫ് ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ സാധാരണ ചില ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നോക്കാറുണ്ട്. ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ ടെൻഷൻ വരാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ നോക്കാറില്ല. ആ സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ ABCDയിലെ 26 അക്ഷരങ്ങളും എഴുതി അതിൻ്റെ നമ്പേഴ്സും കൊടുത്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പോൾ ABCD ഫുൾ എഴുതി നമ്പറും ഒക്കെ കൊടുത്ത് വരുമ്പോൾ ഒരുപാട് സമയം പോവും. അപ്പോൾ അതിൽ നിന്ന് എളുപ്പമായിട്ട് എനിക്ക് ഈ മെത്തേഡ് യൂസ്ഫുൾ ആവാറുണ്ട്. അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിലെന്നല്ല, ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ് മനസ്സിലാകും. അതുകൊണ്ട് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിന്ന് പുതിയതായിട്ടൊന്നും പഠിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ പഠിച്ചതും ചില ക്വസ്റ്റ്യൻ പേപ്പറോ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുന്നതേ ഉള്ളൂ. പിന്നെ കറണ്ട് അഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും മാറ്റം വന്നോ എന്നൊക്കെ അറിയാനായിട്ടൊരു നോട്ടം, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കുന്നില്ല. റിലാക്സ് ആയിട്ടിരിക്കുക. നാളെ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ എക്സാമിന്, രാവിലെ ഉള്ളവർ വളരെ നേരത്തെ എക്സാമിന് പോവുക, ഉച്ചയ്ക്ക് ശേഷം എക്സാം ഉള്ളവർ അതനുസരിച്ച് പോവുക. ഒട്ടും ലേറ്റ് ആവരുത് ആരും തന്നെ. അപ്പോൾ എന്താണ്, ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും നമ്മൾ ടെൻഷൻ കൂട്ടും. അതിനേക്കാളും നല്ലത് ഒന്ന് ബാക്കിലേക്ക് നമ്മളൊന്ന് മൈൻഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ ക്വസ്റ്റ്യനും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ക്ലാസ് കാണുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുക. ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനാണ് നെഗറ്റീവ് മാർക്ക് വരുത്തുന്നത്? അറിയാവുന്നത് മാത്രം എഴുതിയാൽ മതി. പിന്നെ 1-2 കറക്കി കുത്തലുകൾ ഒരു 80% പ്ലസ് ഉറപ്പാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക. ബാക്കി നമ്മൾ പഠിച്ച മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നെഗറ്റീവ് മാർക്ക് വരുത്താതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പം നാളത്തെ എക്സാമും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമുക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ. അപ്പോൾ നല്ല രീതിയിൽ എക്സാം എഴുതി വിജയിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ എളുപ്പം തന്നെ ആയിരിക്കും. മാത്സ് ആയിരുന്നാലും GKയും സയൻസും ഒക്കെ ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.